മനുഷ്യ മനസ്സുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു കഥ പറയുന്ന സിനിമയാണ് വഴക്ക്. ടൊവിനോ തോമസ്, കനി കുസൃതി, അസീസ് നെടുമ്പങ്ങാട്, സുദേവ് നായർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലുള്ള രണ്ട് ദമ്പതികൾ ജീവിതത്തിൽ കടന്നുപോകുന്ന ചില സന്ദർഭങ്ങളും പരസ്പരം അവരെ കണക്ട് ചെയ്യുന്ന ചില ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നൊരു ചിത്രമാണ് വഴക്ക്. ചിത്രത്തിൽ കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി വരെ വളരെ വ്യത്യസ്തമായിട്ടാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ചിത്രമായതുകൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്ന രീതി കൊണ്ടും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുപോലെ തന്നെ നായകനായ ടൊവിനോ തോമസും സംവിധായകൻ സലൽ കുമാറും ചിത്രത്തിന്റെ പേരിലുണ്ടായ ചില തർക്കങ്ങളും ഈ സിനിമ വിവാദ പട്ടികയിലേക്ക് നയിക്കുന്നതിന് കാരണമായി. നമ്മൾ സ്ഥിരം കാണുന്ന നായക സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ഏറെ ദൂരെ നിൽക്കുന്ന നായകനാണ് വഴക്കിലെ സിദ്ധാർത്ഥൻ. അതുകൊണ്ട് തന്നെ തന്റെ നായക പരിവേഷത്തിന് കോട്ടം സംഭവിക്കുമോ എന്ന ടൊവിനോയുടെ ചിന്തയാണ് സംവിധായകനുമായി ഉണ്ടായ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണം. ഏതായാലും നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അനന്തകോടി നക്ഷത്രങ്ങൾക്കിടയിലൂടെയാണ് ക്യാമറ സഞ്ചരിക്കുന്നതെന്ന് കാഴ്ചക്കാരന് ബോധ്യമാകുന്നു. അത് സൗരയൂഥത്തിലേക്കും തുടർന്ന് ഭൂമിയിലേക്കും, ഭൂമിയിൽ നിന്ന് സൂം ചെയ്ത മേഘങ്ങൾക്കിടയിലൂടെ താഴെ കുറെ തടാകങ്ങൾക്കിടയിലെ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിലേക്കും എത്തുന്നു. വാഹനത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം തന്റെ ഭാര്യയായ ലക്ഷ്മിയോട് കാറിലെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്ത് ഫോണിലൂടെ സംസാരിക്കുകയാണ്. പിരിയാൻ തീരുമാനിച്ചെങ്കിലും മ്യൂച്വൽ പെറ്റീഷന് സിദ്ധാർത്ഥ തയ്യാറല്ല എന്നുള്ളതാണ് സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ലക്ഷ്മിയെ അയാൾ കബളിപ്പിക്കുന്നത്. ഒരു തർക്കത്തിന് തനിക്ക് താല്പര്യമില്ല എന്നും കുറച്ചുകൂടി സമയം എനിക്ക് വേണമെന്നും സിദ്ധാർത്ഥ ഭാര്യയോട് പറയുന്നുണ്ട്. പക്ഷേ ഇനി ഒരല്പം പോലും സമയം തരാൻ പറ്റുകയില്ല എന്നാണ് ലക്ഷ്മിയുടെ വാദം. എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഈ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ അവർ കോടതി വരാന്തയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. വക്കീലിനെ നിങ്ങൾ സ്വാധീനിച്ച് ഈ കേസ് മാറ്റിവെക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും കാണിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കും. തുടർന്ന് അമ്മ എന്നൊരു ശബ്ദം മകളുടേതായി ഫോണിൽ നിന്നും കേൾക്കുന്നു. ഫോണിലൂടെ മകളുടെ ഒച്ച കേൾക്കുമ്പോൾ അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന സിദ്ധാർത്ഥിനോട് നിങ്ങൾക്ക് മകളെന്നുള്ള എന്തെങ്കിലും ആലോചനയുണ്ടോ എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. അവളുടെ പിറന്നാൾ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പരിഹസിക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയുടെ പിറന്നാൾ പോലും അറിയാൻ പാടില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമില്ല എന്നാണോ എന്ന് സിദ്ധാർത്ഥ മറുപടി ചോദിക്കുന്നു. കാമുകിമാരെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്നു പറഞ്ഞ് സിദ്ധാർത്ഥിനെ പരമാവധി അവൾ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. വീണ്ടും മകൾ അമ്മയെ വിളിക്കുമ്പോഴേക്കും താര നീ പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കൂ എന്ന് ലക്ഷ്മി പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. നിനക്ക് സുഖമാണോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മറുപടി പറയുന്നില്ല. അവളുടെ അമ്മയ്ക്ക് പറ്റിയ പൊട്ടത്തരങ്ങൾ ഒന്നും അവൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സംഭാഷണം മുഴുവൻ ഞാൻ സ്പീക്കറിലൂടെ മകളെ കേൾപ്പിച്ചതായും ലക്ഷ്മി പറയുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് ലക്ഷ്മി പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാൻ സിദ്ധാർത്ഥ തിരിച്ചു പറയുന്നു. നിങ്ങൾക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ കള്ളമെന്ന് ലക്ഷ്മി പറയും. നിങ്ങൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. നേരിട്ട് സംസാരിക്കാമെന്ന് സിദ്ധാർത്ഥ പറയുന്നുണ്ടെങ്കിലും താങ്കളോടൊന്നും സംസാരിക്കാൻ ഇല്ല എന്നാണ് ലക്ഷ്മിയുടെ പരിഹാസം. എന്നെ ഇനിയും താങ്കൾ ഹേർട്ട് ചെയ്യരുത്. ഞാനൊരു വലിയ വിഡ്ഢിയാണ്. നിങ്ങളുടെ പഞ്ചാര വാക്കുകളിൽ വീണ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ചെയ്യുന്നത് പോലെ ചിരിച്ചു കാണിക്കുന്നവരുടെ കൂടെയൊക്കെ പോയി കിടക്ക പങ്കിടാൻ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പല കൂട്ടുകാരും ആ ലിസ്റ്റിലുണ്ടാകുമായിരുന്നുവെന്ന് ലക്ഷ്മി പറയുന്നു. നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ സിദ്ധാർത്ഥ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം എല്ലാം ഷോ ആയിരുന്നു എന്ന് പറഞ്ഞ് അതിനെ ലക്ഷ്മി തടയിടുന്നു. നമ്മുടെ മകളെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന സിദ്ധാർത്ഥിന്റെ ചോദ്യത്തിന് നിങ്ങളുടെ മോളാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളതെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് നിന്റെ ഈഗോയാണ് എന്നാണ് സിദ്ധാർത്ഥിന്റെ മറുപടി. ദയവായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകൂ എന്ന് ലക്ഷ്മി സിദ്ധാർത്ഥിനോട് ആജ്ഞാപിക്കുന്നു. ഞാൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ലക്ഷ്മി പറയുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വലിയ പൈങ്കിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് സിദ്ധാർത്ഥ പറയുന്നു. പൈങ്കിളിയല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി ചില കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ ഓർമ്മിപ്പിക്കുന്നു. 3 പേർ ഒരുമിച്ച് ഒരു കിടപ്പറയില്ലെന്ന് ലക്ഷ്മി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നീ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ അവളെ താക്കീത് ചെയ്യുന്നു. എല്ലാവരുടെ ഉള്ളിലും ഇത്തരം ചിന്താഗതികളൊക്കെ ഉണ്ടാകും. ഭൂരിഭാഗം പേരും അത് മറച്ചുവെച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് സിദ്ധാർത്ഥിന്റെ അഭിപ്രായം. നിന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നു കാണിച്ചത്. നീ അത് ഒരിക്കൽ പോലും എൻജോയ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് മനസ്സിൽ തൊട്ട് പറയാൻ സാധിക്കുമോ എന്നൊക്കെ സിദ്ധാർത്ഥ് തുടരുന്നു. ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നതിന് ഇല്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ മറുപടി. എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നാണ് ശേഷം ലക്ഷ്മി പറയുന്നത്.
നിനക്ക് സ്വാതന്ത്ര്യം ഞാൻ ധാരാളം തന്നിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥ പറയുമ്പോൾ നീ തരുന്ന സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട എന്നാണ് ലക്ഷ്മിയുടെ മറുപടി. ഒരു തർക്കത്തിന് ഞാനില്ല എന്നും എനിക്കൊരു ഡിവോഴ്സ് മാത്രം മതി എന്നുമാണ് ലക്ഷ്മി തുടരുന്നത്. നമ്മൾ രണ്ടും പരസ്പരം തല്ലുകൂടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസും കൂടി കൊടുത്തുകൂടെ എന്ന് സിദ്ധാർത്ഥ ലക്ഷ്മിയുടെ കാല് പിടിച്ച് പറയുന്നു. ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ലക്ഷ്മിയുടെ അഭിപ്രായം. ഇത് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. നിനക്ക് വേറെ ആരോടെങ്കിലും പ്രേമമുണ്ടോ എന്ന് ലക്ഷ്മിയോട് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാനല്ലേ എന്ന് ലക്ഷ്മി സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നു. ശേഷം അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾക്കൊടുവിൽ ഞാൻ വന്ന് മ്യൂച്വൽ പെറ്റീഷൻ ഒപ്പിട്ട് തരാമെന്ന് സിദ്ധാർത്ഥ് ഉറപ്പു പറയുന്നു. അതിന് നന്ദി പറഞ്ഞ് ലക്ഷ്മി ഫോൺ വെക്കുകയും ചെയ്യുന്നു. വലിയൊരു കാടിന് നടുവിലുള്ള ഒരു ചെറിയ റോഡിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് അടുത്തതായി കാണിക്കുന്നത്. അവളുടെ പിന്നാലെ വളരെ അവശയായി നടന്നു വരുന്ന ഒരു അമ്മ. കന്യാകുസൃതി അവതരിപ്പിക്കുന്ന സതി എന്ന കഥാപാത്രം 2-3 പ്രാവശ്യം ഈ നടത്തത്തിനിടയിൽ തളർന്നു വീഴുന്നുണ്ട്. പെട്ടെന്ന് അതുവഴി സിദ്ധാർത്ഥിന്റെ വാഹനം വരുന്നു. അതിനു മുന്നിലും അവൾ പതിവ് പോലെ തളർന്നു വീഴുമ്പോൾ അയാൾ ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം, സഹായിക്കാം എന്നൊക്കെ സതിയോട് പറയുന്നുണ്ട്. ആദ്യം അവരത് നിരസിക്കുമെങ്കിലും വീണ്ടും തളർന്നു വീഴുന്നതിന് ശേഷം സിദ്ധാർത്ഥിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അമ്മയെയും കുഞ്ഞിനെയുമാണ് കാണിക്കുന്നത്. മോളുടെ പേരെന്താണെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അവൾ സംസാരിക്കാത്ത കുട്ടിയാണെന്നാണ് അമ്മയുടെ മറുപടി. വാഹനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൽ വരുന്ന ഒരാൾ വാഹനത്തിന് ക്രോസ് ചെയ്ത് നിർത്തുന്നു. അസീസ് നെടുമങ്ങാടിന്റെ രഘു എന്ന കഥാപാത്രം സതിയുടെ ഭർത്താവാണ്. അയാൾ അവരെ കാറിൽ നിന്നും പിടിച്ചിറക്കി ബൈക്കിൽ കയറ്റി അവിടെ നിന്നും പോകുന്ന വഴിക്ക് അവരുടെ കയ്യിൽ നിന്നും എന്തോ ഒന്ന് റോഡിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ സതി അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോണ് റിങ് ചെയ്യും. മറുതലയ്ക്കൽ ഒരു സ്ത്രീ സ്വരമാണ്. സംഭാഷണത്തിൽ നിന്ന് അത് രമണി എന്നു പേരുള്ള സിദ്ധാർത്ഥിന്റെ ജേർണലിസ്റ്റായ ഒരു സുഹൃത്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കണമെന്ന് ആലോചിച്ചതേ ഉള്ളൂ എന്ന് സിദ്ധാർത്ഥ് അവളോട് പറയുന്നു. തുടർന്ന് നടന്ന സംഭവമെല്ലാം സിദ്ധാർത്ഥ വിവരിക്കുന്നു. സ്ഥലം ഏതാണെന്ന് അവൾ ചോദിക്കുമ്പോൾ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നും ലൊക്കേഷൻ ഞാൻ അയച്ചു തരാമെന്നും സിദ്ധാർത്ഥ പറയുന്നു. അപ്പോഴാണ് റിയർ വ്യൂ മിററിലൂടെ സതിയുടെ കയ്യിൽ നിന്നും വീണ സാധനങ്ങൾ സിദ്ധാർത്ഥ് കാണുന്നത്. ഞാൻ പിന്നീട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അയാൾ കാറിൽ നിന്നും പുറത്തിറങ്ങും. ഒരു പേഴ്സും ഒരു ചെറിയ ശില്പവും ആശുപത്രിയിൽ നിന്നും ലഭിച്ച കുറച്ച് കടലാസുകളുമൊക്കെയാണ് അതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലാകും. അയാൾ അത് എടുത്ത് കാറിൽ വെച്ചതിന് ശേഷം അവർക്ക് തിരികെ കൊണ്ടു കൊടുക്കുവാനായി പോകാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ സിദ്ധാർത്ഥ് ഒരു നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ കോൾ ആരും എടുക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് ഒരു കോൾ അദ്ദേഹത്തിന് തിരിച്ചു വരുന്നു. പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ഒരാളാണ് ഫോൺ വിളിക്കുന്നത്. നമ്മൾ തമ്മിൽ പരിചയമില്ല എന്ന് അയാൾ പറയുന്നു. നിങ്ങൾ നേരത്തെ വിളിച്ച ആളാണ് ഞാനെന്ന് ആ അജ്ഞാതൻ പറയുന്നു. നിങ്ങൾക്കെന്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയതെന്നും അയാൾ സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് അയാൾ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. നിങ്ങൾ വണ്ടി ഓഫ് ചെയ്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തും എന്നാണ് ആ അജ്ഞാതന്റെ ആജ്ഞ. ഭീഷണിയാണോ എന്ന് ചോദിച്ച സിദ്ധാർത്ഥ അയാളെ തെറി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ആ സ്ഥലം വളരെ നോട്ടോറിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എത്രയും വേഗം തിരിച്ചു വരാനും പറഞ്ഞ് രമണി സിദ്ധാർത്ഥിനെ വിളിക്കുന്നു. അപ്പോൾ സതിയുടെ പേഴ്സിൽ നിന്നും കിട്ടിയ പേപ്പറിലെ നമ്പറിലേക്ക് ഞാൻ ഒരാളെ വിളിച്ചിരുന്നുവെന്നും അയാൾ ഇപ്പോൾ തിരിച്ചു വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ സിദ്ധാർത്ഥ് രമണിയോട് പറയുന്നുണ്ട്. രമണിയുടെ ഉപദേശം അവഗണിച്ച് സിദ്ധാർത്ഥ് വാഹനത്തിൽ സതിയെ അന്വേഷിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നു. കുറെ ചെല്ലുമ്പോൾ സതിയുടെ ഭർത്താവ് ഓടിച്ചിരുന്ന ബൈക്ക് റോഡ് സൈഡിൽ മറിഞ്ഞു കിടക്കുന്നത് സിദ്ധാർത്ഥ് കാണുന്നു. വാഹനം നിർത്തി ഇറങ്ങി ചെല്ലുമ്പോൾ സതിയുടെ വീടിന് മുന്നിൽ സതിയും ഭർത്താവുമായി വലിയ വഴക്ക് നടക്കുന്നതാണ് സിദ്ധാർത്ഥ് കാണുന്നത്. അവർ അന്യോന്യം തെറിവാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. മോൾ അവരെ ആശ്വസിപ്പിക്കാനായി ഇടയ്ക്ക് ചെന്ന് വീഴുന്നുണ്ടെങ്കിലും അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീടിനകത്ത് കയറാൻ പറഞ്ഞ് രഘു സതിയെ തല്ലാൻ തുടങ്ങുമ്പോൾ സിദ്ധാർത്ഥ് അവിടേക്ക് ചാടി വീഴുന്നു. പേഴ്സും മെഡിക്കൽ റിപ്പോർട്ടുമൊക്കെ വീണുപോയത് തിരിച്ചു തരാൻ വന്നതാണ് താനെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അയാളുടെ ദേഹത്തേക്ക് അപ്പോൾ സതി തളർന്നു വീഴുന്നു. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നും സാറിന്റെ ജോലി നോക്കി പോകുമെന്നും രഘു സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്. താനൊരു അഡ്വക്കേറ്റ് ആണെന്നും നിങ്ങളുടെ പ്രശ്നം എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു നോക്കുമെങ്കിലും ആ രണ്ടുപേരും അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ നിന്നും തിരിച്ചിറങ്ങി അമ്മയെ ഫോൺ ചെയ്യുന്നു. ഒരു ബന്ധുവിന്റെ വീട്ടിൽ മരണത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്ത്രീയെയും ഊമയായ ഒരു കുട്ടിയെയും കണ്ടില്ലേ, അവർക്കെങ്ങനെയാണ് ആ വീടുമായി പരിചയം എന്നുമൊക്കെ സിദ്ധാർത്ഥ് അമ്മയോട് ഫോണിലൂടെ ചോദിക്കുന്നു. അമ്മ എന്താ കാര്യമെന്ന് സിദ്ധാർത്ഥിനോട് ചോദിക്കുമ്പോൾ അതുപോലെ ഒരു അമ്മയെയും കുട്ടിയെയും ഞാനിന്ന് കണ്ടു, അവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്നും സിദ്ധാർത്ഥ് പറയുന്നു. അപ്പോഴേക്കും താഴെ സതിയുടെ വീട്ടിൽ നിന്നും വലിയ ബഹളം കേൾക്കുന്നു. ഭർത്താവിനെയും കുഞ്ഞിനെയും വീടിനുള്ളിലാക്കി പുറംവാതിൽ അടച്ച് വീടിന്റെ മുറ്റത്ത് നിന്ന് മണ്ണെണ്ണ തലയിൽ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങുകയാണ് സതി.
സിദ്ധാർത്ഥ സമയോചിതമായി ഇടപെട്ട് അവളെ അതിൽ നിന്നും രക്ഷിക്കുന്നു. സിദ്ധാർത്ഥിന്റെ കൈയിലേക്ക് തളർന്നിരിക്കുന്ന അവർ ലിപ് ലോക്ക് ചുംബനത്തിലേക്ക് പോകുന്ന ദൃശ്യം കാണിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഭർത്താവിന്റെ ബഹളം കാരണം കതക് അവർക്ക് തുറക്കേണ്ടി വരുന്നു. നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചാണ് രഘു പുറത്തിറങ്ങി വരുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ ഒരു മീഡിയേറ്ററായി ഞാൻ നിൽക്കാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. നിങ്ങൾ ഇവിടെ നിന്നും പോയി തന്നാൽ മതി എന്നാണ് രഘുവിന്റെ മറുപടി. തിരികെ നടക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോള്. അത് ലക്ഷ്മിയായിരുന്നു. എന്നാൽ ലക്ഷ്മിയോട് എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഫോണിലൂടെ വഴക്ക് കൂടുന്ന സിദ്ധാർത്ഥിനെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ആ വഴക്കിന് ശേഷം ഫോൺ അയാൾ തറയിൽ വലിച്ചെറിഞ്ഞ് അലറി വിളിക്കുന്നു. ഒരു ജീപ്പിൽ 4 ചെറുപ്പക്കാർ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് തുടർന്ന് കാണിക്കുന്നത്. അവർ വരുമ്പോൾ രഘുവിന്റെ ബൈക്കും സിദ്ധാർത്ഥിന്റെ കാറും കണ്ട് അവര് വണ്ടി നിർത്തുന്നു. സിദ്ധാർത്ഥിന്റെ കാർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ സ്ഥലത്തേക്ക് സിദ്ധാർത്ഥ് ഓടി വരുന്നുണ്ട്. എവിടെ നിന്നാണ് ആ ഫോൺ നമ്പർ കിട്ടിയതെന്നാണ് സംഘത്തലവനായ സുദേവ് നായരുടെ പേരില്ലാത്ത കഥാപാത്രത്തിന് അറിയേണ്ടത്. അതായത് കുറച്ചു മുമ്പേ സിദ്ധാർത്ഥിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ അജ്ഞാതൻ നമ്മുടെ സുദേവ് നായരുടെ കഥാപാത്രമാണ്. അറിയില്ല എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ അവരെല്ലാം കൂടി അയാളെ ഉപദ്രവിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു കാൽ ഒരു വാഹനത്തിലും അടുത്ത കാൽ മറ്റൊരു വാഹനത്തിലും കൂട്ടിക്കെട്ടി വാഹനം ചലിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കരയുന്നു. സംഭവിച്ചതെല്ലാം പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ച് സതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് എന്താ പേര് എന്ന് സുദേവ് ചോദിക്കുമ്പോൾ സതി സാറാര എന്ന് മറു ചോദ്യം ചോദിക്കുന്നുണ്ട്. അയാളുടെ പിന്നിൽ വെച്ചിരുന്ന തോക്ക് കണ്ട് സതി ഒന്ന് ഭയക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥ് വീണ്ടും അങ്ങോട്ട് വന്നത് കണ്ട് നീയില്ലാതെ ഇവന് ജീവിക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോടി അവന്റെ കൂടെ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും തെറി പറയുന്നു. എന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വീണ സ്ത്രീയാണ് ഇവരെന്നും ഇവരുടെ പേഴ്സിൽ നിന്നാണ് നമ്പർ കിട്ടിയതെന്നും സിദ്ധാർത്ഥ് പറയുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും ഒളിച്ചോടാൻ ഇരുന്നതാണെന്നും ഇവന്റെ വണ്ടിയിൽ നിന്ന് ഞാൻ ഇവളെ ഇറക്കിക്കൊണ്ടുവന്നതാണെന്നും രഘു അവിടെ വെച്ച് പറയുന്നു. ഇയാള് പറയുന്നതെല്ലാം വെറുതെയാണ് എന്നാണ് സതി സിദ്ധാർത്ഥിനെ ചൂണ്ടി പറയുന്നത്. ഞങ്ങൾ പാവങ്ങളാണ് എന്നും ഒന്നാമത് വീട്ടിൽ മനസ്സമാധാനമില്ലാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെ പോകൂ എന്നൊക്കെ രഘു അവരോടെല്ലാവരോടും കേണപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ വിലക്ക് അവർ ഗൗനിക്കുന്നില്ല. സിദ്ധാർത്ഥും കൂടെ വന്നവരും കൂടി മുറികളിലെല്ലാം കയറി പരിശോധിക്കുന്നു. ആ പേഴ്സ് എവിടെന്നാണ് സിദ്ധാർത്ഥിന്റെ ചോദ്യം. ഏത് പേഴ്സ് എന്ന് സതി ചോദിക്കുന്നു. ഇത് ഞങ്ങളുടെ കിടപ്പുമുറിയാണ്, ആണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ എന്നൊക്കെ സതി സിദ്ധാർത്ഥിനെ അധിക്ഷേപിക്കുന്നു. പക്ഷേ സിദ്ധാർത്ഥ് ആ പേഴ്സിനായുള്ള അന്വേഷണം തുടരുകയാണ്. സതിയുടെ ശല്യം അസഹ്യമാകുമ്പോൾ സുദേവ് നായർ അവളെ തോക്കു ചൂണ്ടി മാറ്റി നിർത്തുന്നുണ്ട്. ഒടുവിൽ സിദ്ധാർത്ഥ് ആ പേഴ്സ് കണ്ടുപിടിക്കുന്നു. അതിനുള്ളിൽ നിന്നും ആ നമ്പർ എഴുതിയ കടലാസും അയാൾ തപ്പിയെടുക്കും. ഇതാ നമ്പർ എന്ന് പറഞ്ഞ സുദേവ് നായരുടെ കയ്യിൽ ആ പേപ്പർ കൊടുക്കുമ്പോൾ ഇതൊന്നും എനിക്കറിയില്ല എന്നും ഇയാൾ തന്നെ ഇതിനകത്ത് എടുത്തു വച്ചതായിരിക്കും ആ നമ്പരെന്നുമാണ് സതി പറയുന്നത്. അന്വേഷണം അങ്ങനെ തുടരുമ്പോൾ അവർക്ക് വീണ്ടും ഒരു കത്ത് കിട്ടുന്നു. അതിലെ വരികൾ സുദേവ് നായർ ഉറക്കെ വായിക്കുന്നു. എന്റെ പൊന്നു സതിക്കുട്ടി, നിന്നെ കാണാതെ നിന്റെ വിയർപ്പുമണം ശ്വസിക്കാതെ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടാം എന്നായിരുന്നു ആദ്യ വാചകം. രഘു പണ്ട് സതിക്കെഴുതിയ പ്രണയലേഖനങ്ങളിൽ ഒന്നായിരുന്നു അത്. വീണ്ടും കുറെ കടലാസും കൂടി അവർ കണ്ടെത്തുന്നു. അതെല്ലാം ആശുപത്രികളിൽ നിന്നും കിട്ടിയ കടലാസുകളായിരുന്നു. ഇവളെ ചികിത്സിച്ചാണ് ഞാൻ ഇങ്ങനെയായത് എന്നാണ് രഘുവിന്റെ പരാതി. ഈ ഫോൺ നമ്പർ നിനക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി സതി പറയാതിരിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ പിടിച്ചു നിർത്തി ഒരു പേന കത്തി വെച്ച് കൈമുറിക്കാൻ സുദേവ് നായർ ഒരുങ്ങുന്നു. അപ്പോൾ സതി കിടന്ന് അലറുന്നുണ്ട്. ഈ നമ്പർ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണെന്നും പേര് എനിക്ക് അറിയില്ലെന്നും അവൾ പറയും. ഇത് കേൾക്കുന്ന രഘു തെറി പറഞ്ഞുകൊണ്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കും. എന്താണ് ആ ഫ്രണ്ടിന്റെ പേരെന്ന് സുദേവ് നായർ വീണ്ടും ചോദിക്കുമ്പോഴും അറിയില്ല എന്ന് തന്നെയാണ് സതിയുടെ മറുപടി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ ഇവിടെ വരുമായിരുന്നു. ഞാൻ ഇതുവരെ അയാളെ എന്നാൽ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നും സതി പറയും. അത് കേൾക്കുന്നതോടെ വീണ്ടും രഘു അവളെ തല്ലുന്നു. നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നാണ് രഘുവിനോടുള്ള അവളുടെ ചോദ്യം. അങ്ങനെ അവർ തമ്മിലുള്ള തല്ലിനിടയിൽ സുദേവ് നായർ അവളെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് സുദേവിനെ ആക്രമിക്കാൻ ചെല്ലുന്ന രഘുവിനെയും അയാൾ വെടിവെച്ച് വീഴ്ത്തുന്നു. അയാളുടെ കയ്യിൽ നിന്നും സിദ്ധാർത്ഥ വേഗം തോക്ക് തട്ടിപ്പറിച്ച് അവർക്ക് നേരെ പിടിക്കുകയും ആ പെൺകുട്ടിയെയുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം കാടിനുള്ളിലൂടെ നടന്നു പോകുന്ന സിദ്ധാർത്ഥിനെയും ആ പെൺകുട്ടിയെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾ എൻ്റെ അമ്മയെയും അച്ഛനെയും കൊന്നു അല്ലേ എന്ന കുഞ്ഞിൻ്റെ ചോദ്യത്തിന് ഞാനല്ല കൊന്നത് എന്ന് സിദ്ധാർത്ഥ് മറുപടി പറയുന്നു. ശേഷം നീ സംസാരിക്കുകയില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ ഞാനെപ്പോൾ പറഞ്ഞു എന്നാണ് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മറുപടി. തുടർന്ന് കാട്ടിനുള്ളിലെ വിവിധങ്ങളായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ താര എന്നാണ് അവൾ മറുപടി പറയുന്നത്. തൻ്റെ മകളുടെ പേരും
താര എന്നായതുകൊണ്ട് തന്നെ അവളെ ഉമ്മ വയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്നെ തൊടണ്ട എന്ന് പറഞ്ഞ് അവൾ അയാളുടെ കൈ തട്ടി മാറ്റി കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. മോളെ താര എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് സിദ്ധാർത്ഥും അവളുടെ പുറകെ അവളെ അന്വേഷിച്ചു പോകുന്നു. താര എന്ന അയാളുടെ ശബ്ദം പശ്ചാത്തലത്തിൽ കേൾക്കുമ്പോൾ ക്യാമറ സൂം ഔട്ടായി സിനിമ തുടങ്ങിയ അന്തരീക്ഷത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. മേഘങ്ങളിലേക്കും ഭൂമിയിലേക്കും ആകാശത്തിലേക്കും ശേഷം സൗരയൂഥത്തിലേക്കും അനന്തകോടി ആകാശഗോളങ്ങളിലേക്കും ക്യാമറ തിരികെ സഞ്ചരിക്കുമ്പോൾ സിനിമ അവസാനിക്കും. അനന്തകോടി ആകാശഗോളങ്ങളിൽ എത്രയോ ചെറുതാണ് ഭൂമിയെന്നും അതിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അതിലും എത്രയോ ചെറുതാണെന്നും അവൻ്റെ ഉള്ളിലുള്ള ഈഗോ അതിനേക്കാൾ അപ്പോൾ എത്രയും ചെറുതായിരിക്കും. എന്നാൽ ഈ ഈഗോയുടെ പേരിൽ മനുഷ്യർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നുമൊക്കെ വളരെ മനോഹരമായി വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് വഴക്ക്.